സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളം സിയാൽ. അതായത് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. പൊതു-സ്വകാര്യ പങ്കാളിത്തത്തിന് കീഴിൽ നിർമ്മിച്ച ഇന്ത്യയിലെ ആദ്യത്തെ വിമാനത്താവളമാണ് സിയാൽ. കൊച്ചി നഗരത്തിന്റെ വടക്കുകിഴക്കായി 28 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന ഈ വിമാനത്താവളം അന്താരാഷ്ട്ര യാത്രക്കാരുടെ തിരക്കേറിയ ഇന്ത്യയിലെ മൂന്നാമത്തെയും മൊത്തത്തിൽ 7ാമത്തെ വലിയ വിമാനത്താവളവുമാണ്. ഞാൻ ഷാഹുൽ ഹമീദ്. ഫാക്ട് ഫൈൻഡർ എന്ന യൂട്യൂബ് ചാനലിന്റെ അണിയറപ്രവർത്തകരോടൊപ്പം ഞാൻ നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നിങ്ങളുടെ ഓരോ ലൈക്കും ഞങ്ങൾക്ക് പ്രചോദനം നൽകുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. 2022 കണക്കനുസരിച്ച് കേരളത്തിലെ മൊത്തം വിമാനയാത്രക്കാരുടെ 61.8% കൊച്ചി വിമാനത്താവളം കൈകാര്യം ചെയ്യുന്നു. ഒരു വിമാനത്താവളം പോലെയുള്ള സ്ഥാപനമായതിനാൽ വലിയ വൈദ്യുതി ആവശ്യമായി വരും. വിമാനത്താവളത്തിന്റെ ഊർജ്ജ ആവശ്യങ്ങൾക്കായി സുസ്ഥിര യൂട്ടിലിറ്റി മോഡലിലേക്ക് മാറാൻ കഴിയുമെന്ന് ലോകത്തെ കാണിച്ചു തന്ന പ്രയത്നത്തിന് ഐക്യരാഷ്ട്രസഭ ഏർപ്പെടുത്തിയ അഭിമാനകരമായ ചാമ്പ്യൻസ് ഓഫ് ദ എർത്ത് അവാർഡ് ജേതാവാണ് സിയാൽ എന്ന പേരിലിയപ്പെടുന്ന കൊച്ചിൻ അന്താരാഷ്ട്ര വിമാനത്താവളം. നിലവിൽ സിയാലിന്റെ ഹരിത ഊർജ്ജ സംരംഭങ്ങളുടെ മൊത്തം സ്ഥാപിത ശേഷി പ്രതിദിനം 2 ലക്ഷം യൂണിറ്റ് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന 50 മെഗാവാട്ട് പവറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ചാർട്ടർ ഗേറ്റ്വേ ഉൾപ്പെടെ 3 ടെർമിനലുകൾ ഈ വിമാനത്താവളത്തിൽ ഉണ്ട്. ഒരു എക്സ്ക്ലൂസീവ് ബിസിനസ് ജെറ്റ് ടെർമിനൽ 24 വർഷത്തെ സമർപ്പിത സേവനത്തിനായി കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് 31 രാജ്യങ്ങളെ തടസ്സങ്ങളില്ലാതെ ബന്ധിപ്പിച്ചിരിക്കുന്നു. 24 എയർലൈനുകളുമായി സഹകരിച്ച് പ്രതിവർഷം 10 ദശലക്ഷത്തിലധികം യാത്രക്കാരെ ലോകോത്തര സൗകര്യങ്ങളോടെ 31 രാജ്യങ്ങളിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സെൻസെക്സിലോ BSEയിലോ ലിസ്റ്റു ചെയ്തിട്ടില്ലെങ്കിലും 28 രാജ്യങ്ങളിൽ നിന്നുള്ള 19,000 നിക്ഷേപകരുള്ള ശക്തമായ അടിത്തറയാണ് സിയാലിനുള്ളത്. പ്രാഥമികമായി പ്രവാസി മലയാളികൾ. ഈ വൈവിധ്യമാർന്ന നിക്ഷേപക അടിത്തറ വിമാനത്താവളത്തെ പരിപോഷിപ്പിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിൽ പ്രവാസികളുടെ പങ്കു പ്രശംസനീയമാണ്. ഇത് സംസ്ഥാന ഗവൺമെന്റ് നടപ്പിലാക്കിയ സുപ്രധാന സംരംഭമാണ്. ഏകദേശം 34% ഓഹരിയുള്ള ഏറ്റവും വലിയ നിക്ഷേപകനായി സിയാൽ ശ്രദ്ധേയമായി തുടരുന്നു. കമ്പനി 2003 മുതൽ സ്ഥിരമായി ലാഭവിഹിതം നൽകിയിട്ടുണ്ട്. ഒരു ക്യുമുലേറ്റീവ് പേഔട്ട് 317% ആയി 3 ടെർമിനലുകൾ ഉൾക്കൊള്ളുന്ന ഈ വിമാനത്താവളത്തിന് 8000 യാത്രക്കാരെ പരമാവധി കൈകാര്യം ചെയ്യാനുള്ള ശേഷിയുണ്ട്. സിയാൽ അതിന്റെ പ്രവർത്തന കാര്യക്ഷമതയ്ക്കും അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ കർശനമായി പാലിക്കുന്നതിനും ഇതിനകം തന്നെ അർഹമായ പ്രശസ്തി നേടിയിട്ടുണ്ട്. 5 മുതൽ 15 ദശലക്ഷം യാത്രക്കാരുമായി എയർപോർട്ട് കൗൺസിൽ ഇന്റർനാഷണൽ കഴിഞ്ഞ 4 വർഷമായി ഏഷ്യ പസഫിക് മേഖലയിലെ മികച്ച എയർപോർട്ട് ആയി സിയാലിനെ അംഗീകരിച്ചിട്ടുണ്ട്. 1999 മെയ് 25 വിമാനത്താവളം പ്രവർത്തനം ആരംഭിച്ചു. അതിനുശേഷം ട്രാഫിക്കും വരുമാന പാരാമീറ്ററുകളും സ്ഥിരമായ വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. സ്ഥാപക ചെയർമാൻ എന്ന നിലയിൽ കേരളത്തിന്റെ അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ കെ കരുണാകരനാണ് പദ്ധതിയുടെ നിർണായക പങ്ക് വഹിച്ചത്. PPP മാതൃകയിൽ വിമാനത്താവളം നിർമ്മിക്കുക എന്ന സുപ്രധാന വഴിത്തിരിവുള്ള ആശയം. അതും രാജ്യത്ത് ആദ്യമായി ശ്രീ വിജയ് കുര്യൻ IASും സ്ഥാപക മാനേജിംഗ് ഡയറക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണമുള്ള നേതൃത്വവും ഒരു കാലത്ത് അന്ധമായി അവഹേളിക്കപ്പെട്ടിരുന്ന പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നതിൽ കേരളത്തിന്റെ വിമാനത്താവളം എന്ന ആശയം നിർണായകമായി മാറി. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ കമ്പനിയുടെ നിലവിലെ ചെയർമാനാണ്. പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ മാർഗനിർദ്ദേശവും ഭരണപരമായ കഴിവുകളും സമീപ വർഷങ്ങളിൽ കമ്പനി പ്രകടിപ്പിക്കുന്ന മികച്ച പ്രകടനത്തിന് സംഭാവന നൽകിയിട്ടുണ്ട്. 2021 ജൂണിൽ കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറായി സുഹാസ് IAS ചുമതലയേറ്റു. ഇപ്പോൾ മെഗാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രോഗ്രാമുകൾ നടപ്പിലാക്കുകയും എല്ലാ വഴികളിലൂടെയും ദീർഘവീക്ഷണമുള്ള കാഴ്ചപ്പാട് ഉറപ്പാക്കുകയും ചെയ്തുകൊണ്ട് കമ്പനിയുടെ സുസ്ഥിരമായ വളർച്ച നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നു. കൃത്യമായ ഭൂമിശാസ്ത്രപരമായ സ്ഥാനവും
ടോപ്പ് നോച്ച് ഏവിയേഷൻ ഇൻഫ്രാസ്ട്രക്ചറും സംഗമിക്കുന്ന കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഒരു സുപ്രധാന ഗതാഗത കേന്ദ്രമായി മാത്രമല്ല അതിന്റെ എയറോഡ്രോം റഫറൻസ് താപനിലയായ 29.60°C തെളിവാണ്. ആഭ്യന്തര അന്തർദേശീയ ഫ്ലൈറ്റുകൾക്കായി പ്രത്യേക പാസഞ്ചർ ടെർമിനലുകളും ഒരു പ്രത്യേക ബിസിനസ് ജെറ്റ് ടെർമിനലും എയർപോർട്ടിലുണ്ട്. ബോയിംഗ് 747, ബോയിംഗ് 777, ബോയിംഗ് 737, എയർബസ് 340, എയർബസ് 330, എയർബസ് 310, എയർബസ് 321, എയർബസ് 320, എംബ്രാർ 319 എന്നിവയുൾപ്പെടെ നിരവധി വിമാനങ്ങളെ ഉൾക്കൊള്ളുവാൻ ഈ വിമാനത്താവളത്തിന് കഴിയുന്നു. ATR 42, ATR 72, C-81 ആയി തരംതിരിച്ചിരിക്കുന്ന ഇൻസ്ട്രുമെന്റ് ലാൻഡിംഗ് സിസ്റ്റം RWY-27, C-83 അനുയോജ്യമായ AGL സിസ്റ്റം, വിപുലമായ വിഷ്വൽ ഡോക്കിംഗ് ഗൈഡൻസ് സിസ്റ്റം എന്നിവ ഉൾപ്പെടെയുള്ള സങ്കീർണമായ സൗകര്യങ്ങൾ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് വാഗ്ദാനം ചെയ്യുന്നു. 3400 മീറ്റർ നീളവും 45 മീറ്റർ വീതിയുമുള്ള റൺവേയാണ് വിമാനത്താവളത്തിനുള്ളത്. ഏരിയ കൺട്രോൾ സെന്റർ, അപ്രോച്ച് കൺട്രോൾ സെന്റർ, ടവർ കൺട്രോൾ എന്നിവ ഉപയോഗിച്ചും എയർപോർട്ട് സർവൈലൻസ് റഡാർ സംവിധാനങ്ങളുടെ പിന്തുണയോടെയും എയർ ട്രാഫിക് സേവനങ്ങൾ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നു. കൂടാതെ ഓട്ടോമേറ്റഡ് ഇൻലൈൻ ബാഗേജ് സിസ്റ്റം സിറ്റിയെ പോലുള്ള അത്യാധുനിക സാങ്കേതിക വിദ്യകളാൽ വിമാനത്താവളം സജ്ജീകരിച്ചിരിക്കുന്നു. വിമാനത്താവളത്തെക്കുറിച്ചധികം കാര്യങ്ങൾ അറിയുവാൻ സിയാലിന്റെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വെബ് അഡ്രസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂട്ടുകാരെ, ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തു ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വിശേഷവുമായി നിങ്ങളുടെ മുന്നിൽ വരാം. സ്നേഹമുള്ള എന്റെ ശ്രോതാക്കൾക്കു ഞങ്ങളുടെ നന്ദി, നമസ്കാരം.